ഇവിടെ വരുന്ന ഒരു സ്ത്രീ എല്ലാ രാത്രിയിലും ഒരു വലിയ സ്വപ്നം കാണും. ഒരു പെണ്ണ്, ഒരു ബാല്യക്കാരത്തി, ചെറുപ്പക്കാരത്തി, 40 വയസ്സ്, യൗവനം ബാക്കി നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ പുതപ്പിൽ ഒരു വലിയ കയറി കിടക്കുക. രാത്രിയായ മരിച്ചു ഒരു വലിയ മനസ്സിലായില്ല, മരിച്ചു പോയ ഒരു വലിയ ഇവിടെ വന്നിന്നോട് പറഞ്ഞതാ, എൻ്റെ പുരയിലൊന്നും പറഞ്ഞതാ. രാത്രിയായി ഉറങ്ങാൻ കിടന്നാൽ ഈ വലിയ വന്നിട്ട് ഈ പതിപ്പ് കയറും. പിന്നെ ഒരു പെണ്ണിനെ പുരുഷൻ എന്തൊക്കെ ചെയ്യോ അതൊക്കെ ഈ പെണ്ണിനെ ചെയ്യും. അപ്പം ഈ പെണ്ണെന്ത് വിചാരിക്കും, മരിച്ചോലല്ലേ, ഒരിക്കൽ തെക്കിരിപ്പ് ഉണ്ടാവില്ലല്ലോ, അപ്പം ആറാമാവില്ലായിരിക്കും. ജീവിതകാലത്ത് പൂതി ഉണ്ടാവും, വിവാദത്തോണ്ട് അതിനൊന്നും നേരം കിട്ടിയിട്ടുണ്ടാവില്ല, തിരിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ഈ പെണ്ണ് ഈ പത്രാസ് പറയാൻ വേണ്ടിയിട്ട് എവിടേക്ക് പോയി, തൃപ്പഞ്ചി പോയി. ആ കൊടിമരത്തിൻ്റെ അപ്പുറത്തുള്ള ആ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ ഉസ്താദ് ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് ഇന്നാലിൻ്റെ മഹാൻ്റെ പേര് എനിക്കറിയാത്തതുകൊണ്ടല്ല, ഞങ്ങളോട് പറയാൻ പാടില്ല. എൻ്റെ അടുത്ത് ഇന്നാലിൻ്റെ മഹാൻ്റെ പേര് എനിക്കറിയാത്തതുകൊണ്ടല്ല, ഞങ്ങളോട് പറയാൻ പാടില്ല. വരുന്നുണ്ട്, എല്ലാ രാത്രിയും വരും, എൻ്റെ പുതപ്പിലേക്ക് വരും എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സന്തോഷത്തിൽ. അപ്പോൾ ഈ സ്ത്രീ എന്നോട് പറഞ്ഞ, ഈ സ്ത്രീ ഇന്ന് കോഴിക്കോട് ജില്ലയിലുണ്ട്, മരിച്ചിട്ടില്ല. ആ സ്ത്രീ പറഞ്ഞു, എന്നെ ഒന്ന് കടുപ്പിച്ചത് നോട്ടം. അപ്പോൾ ഒരു സാധനം എൻ്റെ തടിമന്ന്, ഒരു മേലക്കര സാധനം, അങ്ങനെ എന്തോ ഒരു പാമ്പോ എഴുചന്തോ എന്തോ തലമ കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോണത് പോലെ എനിക്ക് തോന്നി. ഇന്നങ്ങോട്ട് നോക്കി. നാലിന ഒലിയപ്പാപ്പ എൻ്റെ അടുത്ത് രാത്രി വന്ന് എൻ്റെ ഒപ്പം കിടക്കലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചോണ്ടാ പറഞ്ഞത്, സന്തോഷത്തിൽ. കാരണം എന്നത് തിരഞ്ഞെടുത്തല്ലോ എന്നുള്ള സന്തോഷം. അപ്പം എന്നെ ഒന്ന് രൂക്ഷമായിട്ടൊന്ന് നോക്കി. അപ്പം എൻ്റെ മൂർത്തവും മുതലൊരു സാധനം അങ്ങനെ ഇറങ്ങിപ്പോണ മാതിരി എനിക്ക് തോന്നി. അതണ്ട് ഇറങ്ങി. അപ്പോൾ പറഞ്ഞു, തിരിഞ്ഞു നോക്കിക്കളാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ നഗ്നനായ കറുകറുത്ത മനുഷ്യൻ ഓടണ് കണ്ടു. ഞാൻ ഇനി വരൂലട്ടോ എന്ന് പറഞ്ഞു. പിന്നെ വന്നിട്ടില്ല. എങ്ങനെയുണ്ട് ഇത്? ഈ സ്ത്രീ എന്നോട് ഇവിടെ വന്ന് പറഞ്ഞതാ.